Radio City Originals. Made in Kerala, made in Kerala. Hi, this is Sanish Bhaskaran and Swagatham everyone to Radio City Original Made in Kerala, the show that connects you to iconic Malayalis who have made Kerala proud across the globe. മലയാളിയാണോ എന്ന ചോദ്യത്തിന് ഇവർക്കെല്ലാം പറയാനുള്ളത് ഒരു ഉത്തരമാണ്, അതെ, മലയാളിയാണ്. The guest on today's episode is special in many ways. കഴിഞ്ഞ 5 വർഷങ്ങളിലെ സൂപ്പർ ഹിറ്റ് സിനിമകൾ പ്രത്യേകിച്ച് മലയാളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗസ്റ്റ് അതിലെ കോമൺ ഫാക്ടറായിട്ട് കാണും. She prefers to stay behind the camera, but she creates magic right in front of it. In fact, she is our only guest who has a display picture receiving award from the Honorable Chief Minister of Kerala. Ladies and gentlemen, Chetamare, Chechimare, we have with us the winner of Kerala State Award for the Best Costume Designer 2021, Dhanya Balakrishnan. Dhanya, namaskaram. Namaskaram. Swagatham to Made in Kerala. Thank you so much. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം. ധന്യ നാട്ടിലെവിടെയാ? നാട്ടിൽ ഒറ്റപ്പാലത്താണ് വീട്. പിന്നെ എന്റെ വർക്ക് റിലേറ്റഡ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇടയ്ക്ക് എറണാകുളത്ത് പോവും, ഇടയ്ക്ക് തൃശ്ശൂർ വരും, അങ്ങനെ ഇരിക്കുള്ളൂ. ഓക്കെ, ധന്യക്കറിയോ ഈ ഇന്റർവ്യൂ ധന്യയിലേക്ക് എത്തിച്ചേർന്നത് ഒരു ഫോട്ടോഗ്രാഫിന്റെ ബലത്തിലാണ്. ആ ഫോട്ടോഗ്രാഫ് സോഷ്യൽ മീഡിയയിൽ ഞാൻ അന്വേഷിച്ചു. അതിൻ്റെ പുറകെ അതിലൊരു നായികയുണ്ടെന്ന് മനസ്സിലാക്കി. ആ നായികയ്ക്ക് പുറകിൽ ഒരു കഥയുണ്ടെന്ന് മനസ്സിലാക്കി. നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങുന്ന അവാർഡാണ്. പക്ഷേ രസകരമായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ധന്യ മാത്രമല്ല, ധന്യയുടെ ഒരു 1.5 വയസ്സുള്ള ഒരു കുഞ്ഞു മുതൽ കാണുന്നുണ്ട്. നമുക്ക് ഈ ഫോട്ടോഗ്രാഫിൽ നിന്ന്, അതിൻ്റെ കഥയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ആക്ച്വലി ഞാൻ മാലിക്ക് ചെയ്ത് തുടങ്ങി. മാലിക്ക് ഓൾമോസ്റ്റ് ഒരു സെക്കൻഡ് ഡേ ഓഫ് ഷൂട്ടിലാണ് ഞാൻ പ്രഗ്നന്റ് ആന്ന് പറയണേ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ PCOD ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അറിഞ്ഞിരുന്നില്ല. 2.5 മാസമായപ്പോഴാണ് ശരിക്കും അറിഞ്ഞ് ഞാൻ പ്രഗ്നന്റ് ആന്ന് അറിയണേ. ശരിക്കും പടം കൺസീവ് ചെയ്ത് തുടങ്ങിയ സമയം തൊട്ട് അവനും കൂടെ ഉണ്ടെന്നുള്ളതാണ് സത്യം. അങ്ങനെ പടം ഷൂട്ട് മീൻസ് പ്രഗ്നന്റ് ആയി എന്ന് പറഞ്ഞപ്പം ആദ്യം ടെൻഷൻ ആയത് ദൈവമേ ഇത് എങ്ങനെ മത്സരുടെ അടുത്ത് ചെന്ന് പറയുന്ന. സാറിനെ സംബന്ധിച്ച് സാറുടെ അമ്മ അപ്പൊ വയ്യാണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ സാർക്ക് ഇതൊന്നും പ്രശ്നമല്ല. വർക്ക് നന്നായി പോണം. അപ്പൊ സാറിന്റെ അടുത്ത് എന്താ പറയാ, സാറിന്റെ അടുത്ത് പറഞ്ഞാൽ അത് എങ്ങനെ എടുക്കുക, ഇങ്ങനെയൊക്കെയായിരുന്നു എന്റെ ടെൻഷൻസും കാര്യങ്ങളും. അപ്പൊ ഞാൻ പതുക്കെ ചെന്ന് സാറിന്റെ അടുത്ത് പറഞ്ഞു, സാർ ഒരു പ്രശ്നമുണ്ട്. എന്താ തന്നെയാ? ഇങ്ങനെ ഞാൻ പ്രഗ്നന്റ് ആണ്. സാറൊന്ന് ചിരിച്ചു. സാർ പറഞ്ഞു അതൊരു പ്രശ്നമല്ലല്ലോ, അതൊരു നല്ല കാര്യമല്ലേ? അല്ല സവാക്ക്. അപ്പൊ സാർ പറഞ്ഞു തനിക്ക് എന്താ തോന്നണേ, തനിക്കിത് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് തോന്നണില്ലേ, തനിക്ക് അതിനുള്ള കോൺഫിഡൻസ് ഇല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞുണ്ട്. എന്നാ പിന്നെ പേടിക്കണ്ട, നമുക്കിത് ചെയ്തെടുക്കാം, താൻ നന്നായിട്ട് കൂടെ നിന്നാ മതി, വേറെ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മള് ഡിസ്കസ് ചെയ്യണേ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പടം തുടങ്ങി. എല്ലാ ദിവസവും ഇവൻ സാറിന്റെ ആക്ഷനും കട്ടും കേട്ടിട്ടായിരിക്കും എണീക്കണതും ഉറങ്ങണതും ഒക്കെ. കാരണം ബാക്കി എല്ലാവരേക്കാൾ കൂടുതൽ ഇവൻ കേട്ടിട്ടുണ്ടാവുക ഈ ആക്ഷനും കട്ടും അവിടുത്തെ ബഹളങ്ങളും കാര്യങ്ങളും ആയിരിക്കും. അപ്പോ പക്ഷെ എനിക്ക് ഈ ത്രൂ ഔട്ട് ദ എന്താ പറയാ ഈ ജേർണി ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് ഡെലിവറി അല്ലെങ്കിൽ പ്രഗ്നൻസി റിലേറ്റഡ് പ്രശ്നങ്ങളോ അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇവന് ഉണ്ടാക്കി തന്നിട്ടില്ല. അങ്ങനെ പടം ഓൾമോസ്റ്റ് 8 മാസം ആവുന്നത് വരെ ആണ് ഈ പടം പോയിക്കൊണ്ടിരുന്നത്. 8 മാസമായി കഴിഞ്ഞപ്പോ പിന്നെ എന്റെ ഡെലിവറിക്ക് കൊണ്ടുപോണ്ട സമയം. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു ഒരു കുറച്ച് ദിവസം ഒന്ന് ലീവ് കിട്ടിയിരുന്നെങ്കിലോ എന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മുടെ ലോക്ക്ഡൌൺ വരണേ. പിന്നെ അത് 1 ലീവായിട്ട് അവിടെ തന്നെ ഇരിപ്പായി. അങ്ങനെയാണ് പ്രോസസ്സ് ഉണ്ടായിരുന്നത്. അപ്പൊ ത്രൂ ഔട്ട് ദ ജേർണി, മാലിക്കിന്റെ ജേർണിയിൽ ത്രൂ ഔട്ട് എന്റെ ഒപ്പം അവനുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവാർഡ് വന്നു കഴിഞ്ഞപ്പോ അവൻ ഉണ്ടാവണം കൂടെ എന്നുള്ളത് ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് കൂടെ തന്നെ കൂട്ടാന്ന് വിചാരിച്ചല്ലേ? അതുകൊണ്ടാണ് കൂടെ അവനെ കൊണ്ടുപോയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ഈ സിനിമാ മേഖലയെക്കുറിച്ച് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കേട്ടോ, ഒരുപാട് പേർക്ക് ഡിജിറ്റൽ മീഡിയയുടെ എവല്യൂഷൻ കൊണ്ടാണെന്ന് ഒരുപാട് പേർക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്. എന്നിരുന്നാലും അറിയാത്തവർക്കായിട്ട് ധന്യ ഒരു കോസ്റ്റ്യൂം ഡിസൈനറായിട്ട് എന്താണ് എക്സാക്ട്ലി ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ റോൾ ഇൻ ഒരു ഫിലിം പ്രോജക്റ്റിൽ എന്താണെന്ന് പറയാമോ? ഇൻഫാക്ട് ലൈക്ക് എപ്പോഴാണ് സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നത്, ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്, ഡയറക്ടേഴ്സിൻ്റെ ഒരു ഗൈഡ് ലൈൻസും ബ്രീഫ് അനുസരിച്ച് എന്താണ് ധന്യ ചെയ്യുന്നത്, അതൊന്ന് പറഞ്ഞു തരാമോ? ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളൊരു ക്യാരക്ടറിനെ കാണുന്ന സമയത്ത്
അപ്പൊ നമുക്ക് വിശ്വസിക്കാവുന്ന രീതിയിൽ, ഫോർ എക്സാമ്പിൾ എന്റെ ടേക്ക് ഓഫ് സമീര. അപ്പൊ സമീര ഒരു നേഴ്സാണെന്നും അവളുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കും, ഇത് നമ്മളെ ഫസ്റ്റ് ലുക്കില് നമ്മളെ കാണിച്ചു തരുന്നത് അവർ യൂസ് ചെയ്തിരിക്കുന്ന ആക്സസറീസോ അവരുടെ കോസ്റ്റ്യൂമോ അവരുടെ ഹെയർ സ്റ്റൈലോ അവർ യൂസ് ചെയ്തിരിക്കുന്ന ചെരുപ്പോ വാച്ചോ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് എന്തായിരിക്കും സമീര അല്ലെങ്കിൽ എന്തായിരിക്കും ആ പർട്ടിക്കുലർ ക്യാരക്ടറിന് നമുക്ക് മനസ്സിലാക്കി തരണേ. ഒരാൾക്ക് കാണുന്ന ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി തരുന്ന ഇതൊക്കെ കൂടി ഒരു ഫാക്ടറാണ്. അത് കഴിയുമ്പോഴാണ് പതുക്കെ ആ ക്യാരക്ടറിലേക്ക് വരുന്നതും അവരുടെ ബാക്ക് സ്റ്റോറീസ് വരുന്നതും കാര്യങ്ങളൊക്കെ വരണേ. അപ്പൊ എന്റെ പാട്ട് എവിടെയാ തുടങ്ങാന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഡയറക്ടർ പ്രീ പ്രൊഡക്ഷന്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റേജിലാവുമ്പോഴായിരിക്കും എന്നെ വിളിക്കുക. എന്നിട്ട് ഇതുമാതിരി ഫസ്റ്റ് നമുക്ക് സ്ക്രിപ്റ്റ് തരും. സ്ക്രിപ്റ്റ് വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ക്യാരക്ടറിനെ കുറിച്ച് ഒരു ചെറിയൊരു ഐഡിയ വന്നിട്ടുണ്ടാവും. മീൻസ് അത് തന്നെ ആയിരിക്കണം എന്നില്ല എഴുതിയ ആളുടെ മനസ്സിലുള്ള ആ ക്യാരക്ടറും, അത് തന്നെ ആയിരിക്കണം എന്നില്ല ഡയറക്ടറുടെ മനസ്സിലുണ്ടാവണം ആ ക്യാരക്ടറും. അപ്പൊ ഫസ്റ്റ് റൗണ്ട് നമ്മളുടെ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ക്യാരക്ടറിനെ കുറിച്ച് കുറച്ചും കൂടി നന്നായി പറഞ്ഞുതരും. അതായത് എന്തായിരിക്കും ഈ ക്യാരക്ടറിന്റെ മാക്സിമം, അയാൾ ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ മാക്സിമം സ്പെൻഡ് ചെയ്യാവുന്ന എമൗണ്ട് എന്തായിരിക്കും, അയാൾ യൂഷ്വലി അത് നമ്മൾക്കും കൂടി നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ ചില ആൾക്കാർക്ക് ഒരു റിലയൻസ് നിന്ന് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. ചില ആൾക്കാർക്ക് അത് തന്നെ സിക്കെന്ന് പോയി വാങ്ങിക്കാനുള്ളതോ അല്ലെങ്കിൽ ടോമിന്ന് പോയി വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. അപ്പൊ ഓരോരുത്തരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും അവരുടെ ടേസ്റ്റും, ഇപ്പൊ ചിലപ്പോൾ സിക്കെന്ന് വാങ്ങിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണെങ്കിലും ചിലപ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്യുന്നത് അയാൾക്ക് ഇഷ്ടമുണ്ടാവില്ല. അയാൾ ചിലപ്പോൾ പോയിട്ട് ഒരു ഭയങ്കര സ്ട്രീറ്റ് പർച്ചേസ് ചെയ്യുന്ന ആളായിരിക്കും. അപ്പൊ ക്യാഷ് മാത്രമല്ല അയാളുടെ ക്യാരക്ടറും അതിനകത്തൊരു ഭാഗമാണ്. അയാൾ യൂസ് ചെയ്യുന്ന ആക്സസറീസിലും അയാൾ യൂസ് ചെയ്യുന്ന കോസ്റ്റ്യൂംസിലും. അപ്പൊ എന്തൊക്കെയാണോ അയാളുടെ ഒരു ക്യാരക്ടർ, അയാളുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അയാളുടെ വീടിന്റെ പേരൻസ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ കുറെ ഫാക്ടേഴ്സ് ചേർന്നിട്ടാണ് ഒരു ഫൈനൽ ഔട്ട്ലുക്കിലേക്ക് എത്തണം. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് ഈ സ്ക്രിപ്റ്റിൽ കാണോ, അതോ ഇത് നമ്മൾ കുറെ കൂടി ബിൽഡ് ചെയ്ത് എടുക്കുന്നതാണോ ഓവർ ദ ടൈം? ഫസ്റ്റ് നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമുക്കൊരു 40% ആണ് ഈ ക്യാരക്ടറിനെ കുറിച്ച് മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ 100% മനസ്സിലായിരിക്കും. പക്ഷെ പലപ്പോഴും നമ്മുടെ മനസ്സിൽ കുറെ സംശയങ്ങൾ ഉണ്ടാവും. ഈ സംശയങ്ങൾ നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഇരിക്കുന്ന സമയത്ത് ക്ലിയർ ചെയ്തു പോകും. ഫസ്റ്റ് റൗണ്ട് ഇരിക്കുമ്പോൾ ഡയറക്ടറും പറയും ഓക്കെ എന്റെ മനസ്സിൽ ഇതൊക്കെയാണ്. ചിലപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടാവും, അവരും പറയും ഇതാണ് നമ്മുടെ ക്യാരക്ടർ. അപ്പൊ അത്രയും ഡീറ്റെയിൽ വന്നു കഴിയുമ്പോൾ ഓക്കെ നമ്മുടെ ക്യാരക്ടർ എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഐഡിയ കിട്ടി. ഇനി നമ്മൾ അടുത്ത റൗണ്ട് ഒരു മീറ്റിംഗും കൂടി ഇരിക്കുന്ന സമയത്താണ് ഇവർക്ക് എന്ത് സിലുവെറ്റ്സ് കൊടുക്കാം, അതായത് എന്ത് ഡ്രസ്സിലേക്ക് എത്താം. ഇപ്പൊ ഷർട്ടും പാന്റും ഇടുന്ന ഒരാളാണോ, അതൊരു ടീഷർട്ടും ഡെനിമും ഇടുന്ന ഒരാളാണോ എന്നുള്ളതൊക്കെ ചിലപ്പോൾ സെക്കൻഡ് റൗണ്ട് മീറ്റിംഗിലായിരിക്കും നമ്മൾ അതിലേക്ക് എത്തുക. അതുവരെ നമ്മൾ ആ ക്യാരക്ടറിനെ സ്കെച്ച് ചെയ്തു, ക്യാരക്ടർ എങ്ങനെയാന്നുള്ളതിന് തീരുമാനത്തിലെത്തി. തേർഡ് റൗണ്ട് മീറ്റിംഗ് ആവുന്ന സമയത്ത് കൂടെ DOP ഉണ്ടാവും, ആർട്ട് ഡയറക്ടർ ഉണ്ടാവും. അപ്പൊ കളേഴ്സിനെ കുറിച്ച് ഒരു തീരുമാനത്തിലെത്തും. ഇപ്പൊ DOP എന്ത് ഫിൽട്ടർ ആയിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നുണ്ടാവുക, പടം മൊത്തം ഒരു വാം ടോണിൽ പോകുന്നതായിരിക്കുമോ, അതോ അതിന്റെ ലൊക്കേഷൻസ് എന്തൊക്കെയായിരിക്കും ബേസിക്കലി. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മള് വളരെ കുറച്ച് ഇപ്പൊ 1-2 ഡ്രസ്സസ് റെഡിയാക്കും. നമ്മൾ പറഞ്ഞ സ്പെസിഫിക്കേഷൻസ് ഒക്കെ വെച്ച് 1-2 റൗണ്ട് ഡ്രസ്സസ് റെഡിയാക്കും. പിന്നെ ലുക്ക് ടെസ്റ്റ് ഉണ്ടാവും. ലുക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യാരക്ടർ ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടാവും, നമ്മളുണ്ടാവും, ഡയറക്ടർ, എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇവരെ ഒന്ന് റെഡിയാക്കി നോക്കും. നമ്മൾ ഉദ്ദേശിച്ച ലുക്കിലേക്ക് ഇവർ എത്തിയോ. ചിലപ്പോൾ അവിടെയും ചിലപ്പോൾ കറക്ഷൻസ് വരും. അത് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ മാറ്റായിരുന്നു, അത് അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എന്നുള്ള ചെറിയ ചെറിയ കറക്ഷൻസ് ചിലപ്പോൾ അവിടെ ഉണ്ടാവും. അതുകൂടി കഴിഞ്ഞു കഴിയുമ്പോഴായിരിക്കും നമ്മൾ പ്രോപ്പറായിട്ട് ഇതാണ് നമ്മുടെ ക്യാരക്ടർ എന്ന് തീരുമാനിക്കണം. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ പറഞ്ഞത് മെയിൻ ക്യാരക്ടേഴ്സിനെ കുറിച്ച് മാത്രമല്ലേ, പക്ഷെ അത് കൂടാതെ ദെർ ലോട്ട് ഓഫ് സപ്പോർട്ടിംഗ് ആക്ടേഴ്സ് ഓർ പ്രോബബ്ലി പീപ്പിൾ ഹു ജസ്റ്റ് കം ടു ദ ഫ്രെയിം ആൻഡ് ലീവ് ഓൾസോ അല്ലേ? ചിലപ്പോൾ അധികം ഡ്യൂറേഷൻ കാണുന്നില്ല, പക്ഷെ അവർക്കും വസ്ത്രങ്ങൾ വേണ്ടേ? ദേ ഓൾസോ നീഡ് എൻ അറ്റയർ ഓർ പ്രോബബ്ലി ഒരു ലുക്ക്. ഉറപ്പായിട്ടും. അപ്പോ നമ്മളുടെ മലയാളം സിനിമകളിൽ കൂടുതലും നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ നമ്മളുടെ ഒരു പാലറ്റും നമ്മൾ കുറച്ച് ഒരു ബാക്കപ്പ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും ജൂനിയേഴ്സിനെ പോകാൻ വേണ്ടിയിട്ട്. അല്ലാത്ത സമയത്ത് അവരെ കൊണ്ട് തന്നെ നമ്മളുടെ തലേന്നോ 2 ദിവസം മുന്നേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കോർഡിനേറ്റർ ഉണ്ട്, അവർക്ക് മോഡൽ കോർഡിനേറ്റർ ഉണ്ടാവും, ജൂനിയർ ആർട്ടിസ്റ്റ് കോർഡിനേറ്റർ ഉണ്ടാവും.
അവരടുത്ത് നമ്മൾ പറഞ്ഞു വെക്കും, നമുക്ക് വേണ്ടത് ഇതൊക്കെയാണ്, അടുത്ത ദിവസം പാർട്ടിയാണ് ഉണ്ടാവാൻ പോണേ, അതുകൊണ്ട് നമുക്ക് കുറച്ച് ഇങ്ങനത്തെ കളേഴ്സുള്ള ഡ്രസ്സസ് ആണ് ഇവർ കൊണ്ടുവരണ്ടേ, ഓരോ ഓപ്ഷൻ കൊണ്ടുവരുന്നത് 4 ഓപ്ഷൻ എങ്കിലും കൊണ്ടുവരാ എന്ന് നമ്മളൊരു 4 ദിവസം പിന്നെ തന്നെ പറഞ്ഞ് അവരെ കൊണ്ട് സെറ്റാക്കി. എന്നാലും സീരിയസ്ലി റോങ് ആയി കൊണ്ടുവരുന്ന ഒരുപാട് ആൾക്കാർ, ചിലപ്പോൾ ഒരു മരിച്ച വീടായിരിക്കും, അവര് നല്ല ജിൽ സാരി ഒക്കെ ഇട്ട് വരുന്ന കുറെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന് നമ്മുടെ കയ്യിൽ ഒരു 10% ബാക്കപ്പ് ഉണ്ടാവും. പീരിയഡ് മൂവീസ് വരുമ്പോൾ ഇതൊന്നും നടക്കില്ല. ഫോർ എക്സാമ്പിൾ മാലിക് ചെയ്തു, സഖാവ് ചെയ്തു, കൊച്ചുണ്ണി ചെയ്തു. ഈ സമയത്ത് നമുക്ക് ജൂനിയർ ആർട്ടിസ്റ്റ് കൊണ്ടുവരുന്ന ഡ്രസ്സ് നടക്കില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എല്ലാവർക്കും പർച്ചേസ് ചെയ്യുന്നുള്ളതാണ്, എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നുള്ളതാണ് ഒരു സെറ്റ് റൂൾ. അപ്പൊ ചിലർക്ക് സംശയം ഉണ്ടാവും, ഈ വരുന്ന ആൾക്കാരുടെ മെഷർമെന്റ്സോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ സെറ്റിൽ ഓൾറെഡി റിക്വയർമെന്റ് പോലെ, ഇപ്പൊ വലിയ പടങ്ങളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ 10 ടൈലേഴ്സ് ഇരിക്കുന്നുണ്ടാവും. അപ്പൊ വരുന്ന ആൾക്കാരെ അപ്പൊ ഓൾട്ടർ ചെയ്ത് അങ്ങോട്ട് സെറ്റ് ആക്കി കൊടുക്കും. ഒരുവിധം ആൾക്കാർക്ക് ഒരുവിധം സൈസ് ഓക്കെ ഉള്ളത് ഉണ്ടാവും, അല്ലാത്തവർക്ക് ഓൾട്ടർ ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ് ഐഡിയ. സോ ബേസിക്കലി ക്രൈസിസ് മാനേജ്മെന്റും ഇതിന്റെ ഒരു ഭാഗമാണല്ലേ? യെസ്. ധന്യയുടെ ഫ്ലാഷ് ബാക്കിലേക്ക് ഞാൻ പോവുകയാണെങ്കിൽ ഒരു രസകരമായ സംഭവമുണ്ട്. അതിൽ ബ്യൂററ്റ് ഉണ്ട്, പിപ്പറ്റ് ഉണ്ട്, സോഡിയം ഉണ്ട്, നൈട്രേറ്റ് ഉണ്ട്, ആൽക്കലി ഉണ്ട്, ആസിഡ് ഉണ്ട്. അല്ല ധന്യ, ഈ പാലക്കാട്ടെ കെമിസ്ട്രി ലാബിൽ നിന്നേ സിനിമയുടെ സെറ്റിലേക്ക് അതെങ്ങനെ എത്തിപ്പെട്ടെ? പക്ഷെ പറയുകയാണെങ്കിൽ അത് +2 കഴിഞ്ഞ സമയം തൊട്ട് ഞാൻ പറയുന്നുണ്ട് എനിക്ക് ഡിസൈനിങ് പഠിക്കണം. അപ്പൊ വീട്ടിൽ നിന്ന് പറയും, നോ ഡിസൈനിങ് പഠിച്ചിട്ട് എന്ത് ചെയ്യാൻ, ആദ്യം പോയിട്ട് എന്തെങ്കിലും ഗ്രാജുവേഷൻ ചെയ്യൂ, എന്തെങ്കിലും ഒരു നല്ല ജോലിയായിട്ട് ഇരിക്കൂ. അപ്പൊ ഏറ്റവും നല്ലത് കെമിസ്ട്രി പഠിക്കുകയാണെന്ന് നമ്മളെ എല്ലാവരുടെ സൈഡിൽ നിന്നും വന്നു. എന്ന് വെച്ചാൽ ബാക്കി എല്ലാവരും ഫിസിക്സ് പഠിക്കാൻ പോകും, പിന്നെ കുറെ പേര് മാത്സ് പഠിക്കാൻ പോകും. അപ്പൊ കെമിസ്ട്രി പഠിക്കാൻ ആരും ഉണ്ടാവില്ല. അത് കാരണം വളരെ ബുദ്ധിപരമായി നമുക്ക് കെമിസ്ട്രി പഠിക്കാം എന്നും പറഞ്ഞ കെമിസ്ട്രി പഠിക്കാൻ വന്ന ആളാണ് ഞാൻ. പക്ഷെ കെമിസ്ട്രിക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ അത്യാവശ്യം മാർക്കും അത്യാവശ്യം തലയിൽ ആൾ താമസം വേണമെന്നാണ് എൻ്റെ ഒരു ഇത്. കുറച്ച് ആൾ താമസം ഉണ്ടായിരുന്നുള്ളൂ, എന്നാലും തട്ടിമുട്ടിയൊക്കെ അങ്ങനെ. പിന്നെ കുറച്ച് വേറെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ വഴിയും കുറച്ച് മാർക്സ് ഒക്കെ കിട്ടുമായിരുന്നു. ഈ ഗ്രേസ് മാർക്സ് എന്ന് പറയില്ലേ, NCC സ്പോർട്സ്, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അത് കാരണം കുഴപ്പമില്ലാണ്ട് രക്ഷപ്പെട്ടൊക്കെ അങ്ങനെ പോകുന്നു. അതൊക്കെ കഴിഞ്ഞ് ഗ്രാജുവേഷൻ ഒക്കെ ഒരു ഫൈനൽ ഇയർ ആയപ്പോ വീണ്ടും ഒരു ആർട്ടിക്കിൾ വായിച്ചു, ഇങ്ങനെ ഡിസൈനിങ്ങിനെ കുറിച്ചിട്ട് ഒരു ആർട്ടിക്കിൾ വായിച്ചു. അപ്പൊ ഞാൻ വീണ്ടും വീട്ടിലൊന്നും കൂടി പറഞ്ഞു, ഇല്ല ഇത് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഡിസൈനിങ്ങിനെ പോകും, ഈ കെമിസ്ട്രിയും പഠിച്ചോണ്ട് നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നൊക്കെ നട്ടിയൊക്കെ ഉണ്ടാക്കി. ശരി, അപ്പൊ ആ സമയത്ത് എന്റെ വലിയ അങ്കിള് നേവൽ ബേസിൽ ഇവിടെ എറണാകുളത്ത് വർക്ക് ചെയ്യാണ്. അപ്പൊ അങ്കിള് പറഞ്ഞു, ശരി ഞാൻ അന്വേഷിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് സെന്റ് ട്രീസാസിൽ അന്വേഷിച്ചപ്പോ അവിടെ ഫാഷൻ ഡിസൈനിങ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് അവിടെ പോയി ചേർന്നത്. അപ്പൊ അവിടെ പോയപ്പോ ഞങ്ങളെ പഠിപ്പിച്ചേണ്ടിരുന്ന സാറ് പ്രവീൺ വർമ്മ സാറ്. അപ്പോ സാഗർ ഇലിയാസ് ജാക്കി ഒക്കെ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ സാറ് ഇങ്ങനെ അസിസ്റ്റ് ചെയ്യണ്ടോന്ന് ചോദിച്ചപ്പോ തന്നെ ചാടി പുറത്തിട്ട് പോയി സാറിനെ അസിസ്റ്റ് ചെയ്തു. സാഗർ ഇലിയാസ് ജാക്കി എന്നിട്ട് അങ്ങനെ സാറിനെ അസിസ്റ്റ് ചെയ്ത് കുറച്ച് നാള് ഒരു 5-6 മാസം സാറിന്റെ കൂടെ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ അസിസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോ സാർക്ക് വരുന്ന കുട്ടി വർക്ക്സ് ഒക്കെ നമുക്ക് തന്നു തുടങ്ങി, ഇത് ചെയ്തു നോക്കുന്നായി. അങ്ങനെ അത് ചെയ്തു തുടങ്ങി. പിന്നെ അപ്പത്തേക്കും കോഴ്സ് കഴിഞ്ഞു. ഞാൻ കോളേജിൽ പഠിപ്പിക്കാനും കയറി. ഞാൻ അവിടെ ഒരു കുറച്ച് 2 വർഷം ഗസ്റ്റ് ആയിരുന്നു, ഗസ്റ്റ് ലെക്ചറർ ആയിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ ഇതും കൂടി ചെയ്യുമായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോ രണ്ടും കൂടി നടക്കാത്ത ഒരു സിറ്റുവേഷൻ ആയപ്പോ എനിക്ക് കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നിയത് ഇതായതുകൊണ്ട് ഇങ്ങോട്ടേക്ക് മാറി. യൂഷ്വലി പരസ്യങ്ങൾ എല്ലാവരും ഒഴിവാക്കാനാണ് ശ്രമിക്കുക അല്ലേ? പരസ്യങ്ങളും സിനിമയും തമ്മിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഗിവൻ എ ചോയ്സ് ഏതാണ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിരിക്കുന്നത്? ആഡ് ഫിലിംസ് ആണോ അതോ ഫീച്ചർ ഫിലിംസ് ആണോ? സത്യം പറഞ്ഞാൽ രണ്ടും എന്താ പറയാ, 2 ടൈപ്പ് ഓഫ് വർക്കാണ്. 2 ഡിഫറെന്റ് എന്താ പറയാ വേ ഓഫ് വർക്ക് സ്റ്റൈലാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം പരസ്യം തന്നെയായിരുന്നു ഇഷ്ടം. കാര്യം 2-3 ദിവസത്തെ വർക്ക് ലോഡാണ്. അത് കഴിയുമ്പോൾ നമ്മൾ ഫ്രീ ആണ്, അതിനെ കുറിച്ചുള്ള ടെൻഷൻസ് ഇല്ല. സിനിമയിലേക്ക് വരുന്ന സമയത്ത് ആ സിനിമ ഷൂട്ട് ചെയ്താൽ മാത്രം പോരാ, അത് റിലീസ് ആവുന്ന ദിവസം വരെയും നമുക്ക് ടെൻഷൻ. ആ സമയം വരെയും നമുക്ക് പറയാം റീഷൂട്ട് 2 ദിവസം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ദൈവമേ ആ കൊണ്ടുവച്ച കണ്ടിന്യൂറ്റി സാധനം എവിടെ പോയാണാവോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ചിരിക്കേണ്ട സിറ്റുവേഷനാണ്. അപ്പൊ അത് കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ എപ്പോഴും ഇഷ്ടം പരസ്യം തന്നെയാണ്. ഈ മാർച്ച് 24, 2017 ഒരു പ്രത്യേകതയുണ്ട്.
എന്റെ ടേക്ക് ഓഫ് റിലീസ് ആയ ദിവസമാണ്. എക്സാക്ട്ലി. മലയാള സിനിമയുടെ ടേക്ക് ഓഫ് ആണ് വേണമെങ്കിൽ പറയാം. കാരണം ആ സിനിമയിലൂടെ നമുക്ക് കിട്ടിയത് മഹേഷ് നാരായണൻ എന്ന ഒരു ലെജൻഡറി ഫിലിം മേക്കറാണ്. യു ഓഫ് കോഴ്സ് നോ ദാറ്റ് ഹിസ് സ്റ്റൈൽ ഓഫ് ഫിലിം മേക്കിംഗ് ഇസ് വെരി ഡിഫറെൻറ്റ്, വെരി റിയലിസ്റ്റിക് കൂടിയാണ്. അതിൻ്റെ ഏറ്റവും പ്രത്യേകത ആ മൂവിയുടെ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ ഡയറക്ടർ മാത്രമല്ല, അതിൻ്റെ ടെക്നീഷ്യൻസും ഇൻഫാക്ട് ഈവൻ ധന്യയെ പോലും ഒരുപാട് പേര് അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുള്ള റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഫിലിം കൂടിയാണ്. ഇൻഫാക്ട് പാർവതി തിരുവോത്ത് ആക്ട്രസ് ഒരു ഇൻ്റർവ്യൂവിൽ ധന്യയുടെ മികവിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഹൗ സ്പെഷ്യൽ വാസ് ടേക്ക് ഓഫ് ഫോർ യു? ബിക്കോസ് എനിക്ക് തോന്നുന്നു ധന്യയുടെ കരിയർ ആക്ച്വലി ടേക്ക് ഓഫ് ചെയ്തത് ടേക്ക് ഓഫിലൂടെയാണെന്ന്. സത്യം തന്നെയാണ്. എന്റെ ലൈഫ് മീൻസ് എന്റെ കരിയറിലെ ഫസ്റ്റ് ബിഗ് ബഡ്ജറ്റ് മൂവി എന്ന് മാത്രമല്ല, നമ്മളറിയാത്ത ഒരു ലാൻഡ്സ്കേപ്പ് നമുക്ക് ഇപ്പം നേരിട്ട് ബാക്കി എല്ലാ സ്ഥലങ്ങളും ഫ്രണ്ട്സ് ഉണ്ട്, ഫോട്ടോസ് അയച്ചു തരാൻ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഫോട്ടോസ് കിട്ടും, കാര്യങ്ങൾ കിട്ടും. പക്ഷെ ഇത് ശരിക്കും നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലമായിരുന്നു. റിസർച്ചിന്റെ കേസിലാണ് പറയണത്. അപ്പൊ നമുക്ക് ഇതിനകത്താണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇറാഖ് എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള പോലീസ് ഫോഴ്സസ്, ആർമിയുടെ തന്നെ പല വിങ്സ് ഉണ്ട്, അതുപോലെ ഹോസ്പിറ്റൽസ് വരുന്നുണ്ട്, ISIS വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒക്കെയും എന്താണ് റിയാലിറ്റി ഇപ്പൊ ആൾക്കാർക്ക് ഈ പറഞ്ഞ മാതിരി നമ്മൾ വിശ്വസിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിനകത്ത് കുറച്ച് ജെനുവിനിറ്റിയും കൂടി വേണ്ടേ. അപ്പൊ ഇതിന്റെ പുറകിലെ റിസർച്ച് ആയിരുന്നു. നമ്മള് അതിനു വേണ്ടിയിട്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ സ്ട്രഗിൾ ഉണ്ടായിരുന്നത്. അപ്പൊ കുറെ മാറ്റേഴ്സ് മഹേഷ് സാർ തന്നെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇന്നും ഇരുന്ന് ഇറാഖ് അവസാനം സാർ ഒരു മെയിലൊക്കെ ചെയ്തിട്ടുണ്ടായി അവർക്ക്, ഞങ്ങളിങ്ങനെ ഒരു പടം ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് മീൻസ് നമ്മളിങ്ങനെ മീൻസ് ഞങ്ങളുടെ രണ്ടുപേരുടെയും സെർച്ച് ഹിസ്റ്ററി എടുത്ത് നോക്കി കഴിയുമ്പോൾ ISIS ഈ പ്രശ്നങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് പ്രശ്നം വരും എന്നുള്ളൊരു സിറ്റുവേഷൻ ആയപ്പോ അങ്ങനെ ഒരു മെയിലൊക്കെ ചെയ്തിട്ട് അങ്ങനെയാണ് ആ പ്രോജക്റ്റിനെ കുറിച്ചുള്ള റിസർച്ചും കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോഴൊക്കെയും ഈ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. നമ്മള് മുന്നേ ഇതുമാതിരി വലിയ പടങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാർ ആരും തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനോ ഒന്നിനും നിന്നിട്ടില്ല. ഇതെവിടെയാ കിട്ടുക, നമുക്ക് ഇതെവിടെ പ്രിന്റ് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയില്ല എന്ന് പറയും. അപ്പൊ പ്രവീൺ സാർ കുറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓഫ്കോഴ്സ് പ്രവീൺ സാർ അവിടെ പോയത് കിട്ടും, ഇവിടെ പോയത് കിട്ടും, എവിടെ നിന്ന് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് നമ്മളും പിന്നെ ചെയ്തെടുക്കാന്നുള്ളതാ, സെർച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാ. പല സ്ഥലങ്ങളിൽ പോയിട്ട് എവിടെ എന്ത് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ അതിനെ ആർമിയുടെ ഓഫീസേഴ്സിന്റെ ക്യാമോഫ്ലാഷ് നമുക്ക് അവൈലബിൾ അല്ല, നമ്മളത് ചെയ്യിപ്പിച്ചെടുക്കായിരുന്നു. അപ്പൊ അത് ഇതുമാതിരി പ്രിന്റ് ചെയ്യിപ്പിച്ചെടുപ്പിക്കേണ്ട കേസും ഒക്കെ നമ്മൾ തന്നെ സ്ഥലങ്ങൾ പോയി കണ്ടുപിടിച്ച് നമ്മൾ തന്നെ ചെയ്യിപ്പിച്ചെടുത്ത് വന്നപ്പോൾ ഉള്ളൊരു സന്തോഷം എന്ന് പറയില്ലേ. ഓക്കെ, ഇതൊക്കെ എല്ലാ സാധനവും നമ്മുടെ കൈ ത്രൂ പോയിട്ടുള്ളതാന്ന് അറിയുമ്പോൾ ഉള്ളൊരു സന്തോഷം. അപ്പൊ അത് കാരണം അതിനുശേഷം വന്നിട്ടുള്ള പടങ്ങളിലും നമ്മൾ കുറച്ചും കൂടി വർക്ക് ഈസി ആയി. കാരണം എവിടെ പോയാൽ എന്ത് ചെയ്ത് കിട്ടും, ബൂട്ട്സ് എവിടെ നിന്ന് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എവിടെ പോയി കഴിഞ്ഞാൽ യൂണിഫോമിനൊപ്പം നമ്മൾ ഒട്ടും ശ്രദ്ധിക്കില്ല. ഇപ്പൊ ക്യാപ്പിൽ വെക്കുന്ന ചെറിയ എംബ്ലംസ്, ലോഗോസ്, ഇവിടെ വരുന്ന സ്റ്റാർസ് ഒക്കെ ഡിഫറെന്റ് ആണ്. നമ്മുടെ ഇന്ത്യൻ ആർമിയിലുള്ള ഒരു സാധനമല്ല അവരുടേനകത്ത് വരുന്നത്. അതാ നമ്പർ മീൻസ് പ്ലേറ്റ്സും കാര്യങ്ങളെല്ലാം ക്യാപ്പിൽ വരുന്നത്. അപ്പൊ അങ്ങനെ കുട്ടി കുട്ടി ഡീറ്റെയിൽസ് വരെ നമ്മൾ ചെയ്തെടുക്കുമ്പം നമ്മുടെ കൈ ത്രൂ പോകുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം, അപ്പൊ അത് സ്പെഷ്യൽ ഒന്നും പറയാനില്ല. മനസ്സിലായി. ഇതിപ്പോൾ പറഞ്ഞ ഇറാഖി സോൾജേഴ്സിൻ്റെ കാര്യങ്ങൾ. പക്ഷെ അത് മാത്രമല്ല, ഈവൻ അതിൽ മെയിൻ ക്യാരക്ടേഴ്സിനും കുറച്ചുകൂടി വ്യക്തതയോട് കൂടിയിട്ട് അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പോയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയൂ. നല്ല റിസർച്ച് ചെയ്തിട്ടുണ്ടായി. ഫോർ എക്സാമ്പിൾ സാർ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായി ഇവരൊരു സാധാരണക്കാരിയായിട്ടുള്ള നേഴ്സാണ്. അപ്പൊ നേഴ്സുമാർ എഗെയിൻ 2 തലം ഉണ്ടല്ലേ. ഒന്ന് ഇവിടെ കാനഡയിലും എല്ലാവിടെയും പോയി വർക്ക് ചെയ്യുന്ന നേഴ്സസ് ഉണ്ട്, ഒന്ന് നമ്മുടെ ഇവിടെ കഷ്ടപ്പെടുന്ന കുറെ നേഴ്സസ് ഉണ്ട്. മീൻസ് എന്റെ തന്നെ കസിൻസ് ഉണ്ട്. അപ്പൊ അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായി എന്താണ് നിങ്ങൾ എങ്ങനത്തെ ഡ്രസ്സസ് ആണ് യൂഷ്വലി യൂസ് ചെയ്യാറുള്ളത്, അവരുടെ സാലറി എന്തായിരിക്കും. അപ്പൊ പിന്നെ കുറെ നേഴ്സസിനെ ഒബ്സർവ് ചെയ്യുന്നുണ്ടായി. ഒരു ഹോസ്പിറ്റലിൽ പോയ അവരുടെ അടുത്ത് ചോദിക്കുകയുണ്ടായി എന്തൊക്കെയാണ്, എവിടുന്നൊക്കെയാണ് കാര്യങ്ങൾ, എവിടുന്നൊക്കെയാ പർച്ചേസ് ചെയ്യാറുള്ളത്, അവർക്ക് മാക്സിമം പോയി എത്ര രൂപ വരെയുള്ള ബഡ്ജറ്റുള്ള സൽവാർ കമീസ് ആയിരിക്കും അവരെടുക്കുന്നുണ്ടാവുക. ഇങ്ങനത്തെ കുട്ടി കുട്ടി കാര്യങ്ങളും. പിന്നെ അത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾക്ക് ഒരു ശരിക്കും ഏജിങ്, അതായത് ഗാർമെന്റ്സ് ഏജ് ചെയ്യുക, ഡൾ ചെയ്യുക എന്നുള്ളൊരു കാര്യത്തെ കുറിച്ചിട്ട് ഒരു കറക്റ്റ് ഒരു പഠിത്തം പഠിക്കുന്നത് ഈ സിനിമയിലാണ്. അതായത് ബേസിക്കലി നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ടാവും. ലൈക്ക് നമ്മളിങ്ങനെ റബ്ബ് ചെയ്യുന്ന
സമയത്ത് ഇവിടെ ചെറിയ ബോൾ പോലെ ഒരു ഫോർമേഷൻ ഉണ്ടാവും. അതുപോലെ നമ്മൾ കോളർ ഡെയിലി വാഷ് ചെയ്യുന്ന മീൻസ് വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്യുന്നല്ല പറയണേ, അല്ലാതെ വാഷ് ചെയ്യുന്ന സമയത്ത് കോളറിന്റെ ഈ എഡ്ജിൽ ചെറിയ അവിടെ മാത്രം കൂടുതൽ ഏജ്ഡ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ തലപ്പില് മാത്രം ചിലപ്പോ ചെറുതായിട്ട് ഇങ്ങനെ വൈറ്റ് സ്പേസ് പോലെ വന്നിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു മങ്ങലാണോ ഉദ്ദേശിച്ചത്, അതിന്റെ ഒരു കളർ ഫെയ്ഡ് ആവുന്ന പോലെ? ഏജ് ചെയ്യാന്ന് പറയുമ്പോ കളർ ഫെയ്ഡ് ചെയ്യാന്ന് മാത്രല്ല, ഇപ്പൊ ഒരു പുതിയത് വാങ്ങിച്ച ഡ്രസ്സ് ഒരു വർഷം കഴിയുമ്പോ അതിലുണ്ടാവുന്ന ചേഞ്ചസ്, കളർ ഫെയ്ഡ് ആയിട്ടുണ്ടാവും. ചില ഏരിയയിൽ ഇപ്പൊ നമ്മൾ പോക്കറ്റിൽ സ്ഥിരമായിട്ട് ഒരു സാധനം ഇടുമ്പോ ആ പോക്കറ്റിന്റെ എഡ്ജില് ചിലപ്പോ ഇപ്പൊ ഒരു ചായക്കടയിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എന്താ പറ്റുക, സ്ഥിരമായിട്ട് പോക്കറ്റിൽ ഇടുമ്പോ ആ ഏരിയയിൽ മാത്രം എക്സ്ട്രാ അഴുക്ക് പിടിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയും നമുക്ക് ഏജ് ചെയ്യാം, അല്ലെങ്കിൽ ഏജ് ചെയ്താലാണ് ഈ ഫീൽ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മളൊരു 90% ഏജ് ചെയ്യുമ്പോഴായിരിക്കും ഫ്രെയിമിൽ അത് 50% എങ്കിലും ഫീൽ ചെയ്യണം. എന്താ വെച്ചാൽ ഈ ലെൻസസും ലൈറ്റ്സും ഒക്കെ കൂടി വന്നു കഴിയുമ്പോൾ നമ്മൾ എത്ര അതിനെ ഏജ് ചെയ്താലും പിന്നെയും അത് ഫ്രഷ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നു. അപ്പൊ അത് ആദ്യത്തെ 2 ദിവസമൊക്കെ ആ പ്രശ്നം ഉണ്ടായിരുന്നു. ഇത് പോരടോ, ഏജ് ചെയ്തത് പോരാ, ഒന്നും കൂടി ചെയ്യേണ്ടി വരും. അവിടെ ഡയറക്ടർ വന്നു പറഞ്ഞു പിന്നെ അതിനൊന്നും കൂടി പണിയെടുത്തിട്ടാണ് അടുത്ത ദിവസങ്ങളിലൊക്കെ കറക്റ്റ് ചെയ്തത്. അപ്പൊ അങ്ങനെ ഏജിങ്ങിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയതും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഒബ്സർവേഷൻ നമ്മുടെ ലൈഫിൽ എത്ര നാൾ ഉണ്ടായിരുന്ന ഒബ്സർവേഷൻ യൂസ് ആവാന്ന് പറയുന്നത് അപ്പോഴാണ് സിനിമ ടേക്ക് ഓഫ് ത്രൂ ആണ് മനസ്സിലാവണേ എങ്ങനെയാണ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉള്ളതെന്നുള്ള. റിയലിസ്റ്റിക് സിനിമ ടേക്ക് ഓഫിൽ നിന്ന് പിന്നെ ധന്യ പോകുന്നത് ഫാന്റസിയുടെ ലോകത്തേക്കാണ്, കായംകുളം കൊച്ചുണ്ണിയുടെ ലോകത്തേക്ക്. ഇറ്റ് വാസ് എ ഡിഫറെൻറ്റ് പ്രോജക്റ്റ് ഇൻ ടേംസ് ഓഫ് സ്കെയിൽ ആണെങ്കിലും സ്കോപ്പ് ആണെങ്കിലും ഈവൻ ബഡ്ജറ്റ് ആണെങ്കിലും. കായംകുളം കൊച്ചുണ്ണിയിലേക്ക് പോകുമ്പോൾ എന്തായിരുന്നു ഒരു ചാലഞ്ച് ഫേസ് ചെയ്തത്? ഓർ അതർ ഐ വുഡ് സേ ദാറ്റ് ഈസ് എ മൊമെൻറ്റ് ഇൻ ദാറ്റ് ഫിലിം വിച്ച് ഈസ് സോ റിമാർക്കബിൾ, അല്ലെങ്കിൽ ഓർമ്മിക്കാൻ എന്നും ആഗ്രഹിക്കുന്നതോ ചിലപ്പോൾ മറക്കാൻ പോലും ചിലപ്പോൾ ഇറ്റ് കുഡ് ബി സോർട്ട് ഓഫ് എ ചാലഞ്ച് കൂടിയായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും മറക്കാനാവാത്ത ഓർമ്മ ആ സിനിമയ്ക്കുണ്ടോ? 2 കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ മറക്കാനാവാത്ത ഒരു കാര്യമുണ്ട്, രണ്ടുണ്ട്. അതായത് ഇപ്പൊ യൂഷ്വലി ഇൻഡസ്ട്രിയിലുള്ള ഒരു പ്രശ്നം പറഞ്ഞു വരണേ, നമ്മളൊരു വലിയ പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്യുന്നു, അപ്പൊ അത് അറിഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോ പുറത്തുനിന്നുള്ള പ്രഷർ എന്ന് പറയുമ്പോൾ ഇനിയൊരാളും കൂടി അല്ലെങ്കിൽ ഇനിയൊരു പുതിയ ഒരാള് വരാൻ പോവാണ്, അല്ലെങ്കിൽ വേറൊരു ഞാൻ പറഞ്ഞു വരുന്നത് ഇത് പറഞ്ഞ പ്രശ്നമാവോന്ന് എനിക്കറിയില്ല. അതായത് നമ്മുടെ അകത്തുള്ള ആൾക്കാർ തന്നെ നമ്മളെ വേണ്ട, ഇനിയൊരു പുതിയൊരു ബിഗ് ബഡ്ജറ്റ് ചെയ്യുന്ന ആളിവിടെ വേണ്ട എന്ന് പറയുന്ന രീതിയിൽ നമ്മൾക്ക് ഒരുപാട് പ്രഷർ വരുന്നതും നമുക്ക് ഒരുപാട് പണി തരുന്ന സിറ്റുവേഷൻസും ഉണ്ടായിട്ടുണ്ടായി. ആദ്യം അവർ ചെയ്തത് എന്റെ അസിസ്റ്റൻസിന്റെ അടുത്തൊക്കെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഈ പടം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറെ പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാവും, നിങ്ങൾ ഈ പടം ക്വിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേറെ രീതിയിൽ, അതായത് നമ്മളതിനെ പ്രഷർ തരാന്ന് പറയില്ലേ, പല രീതിക്കും പ്രഷർ തരാന്ന് പറയില്ലേ. അപ്പൊ അങ്ങനെ കുറെ പ്രഷർ തന്നിട്ടുണ്ടായി. പടം ഞാൻ കമ്മിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി, ഞാനത് വിടാൻ വേണ്ടിയിട്ടും ഒരുപാട് ഞാൻ അങ്ങനെ ഒരു സ്റ്റേജിൽ എത്തിയതുമായിരുന്നു. ഞാൻ ഇനി ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചപ്പോഴേക്ക് അവിടെയും പ്രവീൺ സാറ് തന്നെയാണ്, ഇല്ല ഇത് തന്നെയുടെ ഒരു എന്താ പറയാ ഒരു നെക്സ്റ്റ് ലെവൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വിചാരിച്ചാൽ മതി. ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റേജിനെ കവർ ചെയ്ത് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ പിന്നെ ഈ പറയുന്ന ആൾക്കാർക്ക് ആർക്കും പഠിക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് ആയിരിക്കും ധന്യ പോകുന്നുണ്ടാവുക. അല്ല, ഇവിടെ തോറ്റു കൊടുത്തു കഴിഞ്ഞാൽ ധന്യ തീർന്നു, പിന്നെ ധന്യ മുന്നോട്ടേക്ക് ഇല്ല എന്ന് പറഞ്ഞ് അവിടുന്ന് വീണ്ടും പൊക്കിയെടുത്തോണ്ട് കൊണ്ടുവന്നത് സാർ തന്നെയായിരുന്നു. അപ്പോ അങ്ങനെ ഒരു മോശം അനുഭവം ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കുറെ ദിവസം ടെൻഷൻ അടിച്ചിട്ടുണ്ടായി. പടം ചെയ്യാൻ പറ്റുമോ, പടം ചെയ്യണം എന്ന് സീരിയസ്ലി ഭയങ്കര ആഗ്രഹമുള്ള ഒരു പടമാണ്. മീൻസ് ഞാൻ അങ്ങനെ ലൈഫിൽ അങ്ങനെ ഒരു പീരിയഡ് പടം ചെയ്തിട്ടില്ല. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ആണ് പീരിയഡ് മൂവീസ്. അപ്പോ പീരിയഡ് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ആണ്. അപ്പൊ ഇത് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ കമ്മിറ്റ് ചെയ്ത് പോയിട്ടുണ്ട്, അതിനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ, അങ്ങനെ കുറെ ദിവസങ്ങൾ തന്നെ എന്റെ പോയിട്ടുണ്ട് ഇത് ആലോചിച്ചിട്ടും ഈ ടെൻഷൻ അടിച്ചിട്ടും. ഇനി അടുത്ത സൈഡിലുള്ള ഒരു നല്ല കാര്യങ്ങൾ എന്താന്ന് ചോദിക്കുമ്പോൾ ഇതിനകത്തുള്ള ചാലഞ്ചസ് ആദ്യം പറയാം. കാര്യം ആ സമയത്തിന്റെ ഒരു ഗുണം എന്താന്ന് ചോദിക്കുമ്പോ, ഗുണമല്ല ഒരു പ്രശ്നം എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോ അന്ന് ക്യാമറാസ് ഇല്ല. അപ്പൊ നമുക്ക് വേണ്ട ഫോട്ടോഗ്രാഫ്സോ അല്ലെങ്കിൽ ഇതാണ് കോസ്റ്റ്യൂം, ഇതായിരിക്കും അവരുടെ ആക്സസറീസ്, ഇതായിരിക്കും അവരുടെ സിലുവറ്റ് എന്ന് പറയാൻ പ്രൂഫുള്ള ഒന്നും തന്നെ നമ്മുടെ കയ്യിലില്ല. സോളിഡ് പ്രൂഫ്സ് ഇല്ല. നമുക്ക് ആകെ ഉണ്ടായിരുന്നത് കുറച്ച് പെയിന്റിങ്സ് ആയിരുന്നു. രാജാ രവിവർമ്മ
രവിവർമ്മയുടെ കുറച്ച് പെയിന്റിങ്സ് ആണ് നമുക്ക് വിഷ്വലി കാണാവുന്ന രീതിയിൽ കുറച്ച് ഉണ്ടായിരുന്ന കാര്യങ്ങൾ. പക്ഷെ എപ്പോഴും ആർട്ടിസ്റ്റ് എന്താ ചെയ്യുക, അവരുടെ ഒരു സ്റ്റൈൽ അതിനകത്ത് അപ്ലൈ ചെയ്ത് അത് റിയലിസം ആയിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. അപ്പൊ നമുക്ക് അതിൽ നിന്ന് കുറച്ച് സ്ക്രാച്ചസ് കിട്ടി, കുറച്ച് വായിച്ച് കുറെ ബുക്സ് ഒക്കെ വായിച്ചു കഴിഞ്ഞപ്പോ അതിൽ നിന്ന് കുറച്ചൊരു ഐഡിയ കിട്ടി. പക്ഷെ സീരിയസ്ലി സ്പീക്കിംഗ് ആ സമയത്തെ ഒരു ആ പീരീഡ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ലേഡീസിനെ അപ്പട്ടോസോ മറയ്ക്കാൻ പറ്റാത്ത ഒരു പീരീഡ് ആയിരുന്നു. പക്ഷെ നമുക്കത് അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള പീരീഡിൽ വന്നിട്ടുള്ള സ്റ്റൈലാണ് അപ്ലൈ ചെയ്തത്. അപ്പൊ അങ്ങനെ സാറിന്റെ അടുത്ത് സംസാരിച്ചപ്പം റോഷൻ സാർ പറഞ്ഞു, ധന്യ ഇതിനകത്ത് ധന്യക്ക് ക്രിയേറ്റീവ് ഫ്രീഡം ഉണ്ട്, ധന്യക്ക് എന്താണോ കറക്റ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ ധന്യക്ക് ചെയ്യാം. കൊച്ചുണ്ണി എന്ന് പറയുന്ന ആൾക്ക് ശരിക്കും പറയപ്പെടുന്ന ഒരു കപ്പാസിറ്റി വെച്ചിട്ട് ഒരു കുപ്പായം വാങ്ങിച്ചിടാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ആളല്ല. പക്ഷെ സാറ് പറഞ്ഞത് ഓക്കെ, നമ്മൾ അത് നോക്കേണ്ട കേസില് എല്ലാത്തിലും നമ്മൾ ലോജിക്, ചിലപ്പോൾ നമുക്ക് വിഷ്വലി എന്താ കുറച്ചുകൂടി ഭംഗിയാക്കാൻ എന്താണോ ചെയ്യാൻ പറ്റുക ആ രീതിക്ക് ചെയ്തോളൂ. അവിടെ നമ്മള് കുപ്പായമില്ലാത്ത ഒരു നിവിനെ നമ്മൾ പ്രസന്റ് ചെയ്യണം എന്നില്ല, നമുക്ക് കുപ്പായം കൊടുക്കാം. അതുപോലെ നമ്പർ ഓഫ് ചേഞ്ചസ് ശരിക്കും നോക്കുകയാണെങ്കിൽ 7-8 ചേഞ്ചസ് കൊടുത്തിട്ടുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ 2 കുപ്പായം തികച്ചിടാൻ പറ്റാത്ത ആൾക്കാരാണ് ഉള്ളത്. അപ്പൊ അത് നമ്മൾ ഒരു 8 കുപ്പായം വരെ കൊടുത്തതിന്റെ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നേരത്തെ സാറ് പറഞ്ഞ ഒരു വിഷ്വൽ എസ്തെറ്റിക്കിനെ എന്താ പറയാ, അതിന്റെയും കൂടി ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ നമ്പർ ഓഫ് ചേഞ്ചസ് ഒക്കെ കൊടുക്കേണ്ടായിട്ടുണ്ട്. പിന്നെ വന്നത് അതൊക്കെ കഴിഞ്ഞു പക്കി എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ക്വസ്റ്റ്യൻ മാർക്ക്. ആരാണ് പക്കി ആവണത്? പക്കിയുടെ ഡ്രസ്സൊന്നും തീരുമാനിച്ചു വെച്ചിട്ടില്ല, കാരണം പക്കി ആരാണെന്ന് അറിയാണ്ട് നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. അപ്പോഴാണ് ഷൂട്ടിന് ഇനി 10 ദിവസമൊക്കെ ഉള്ളൂ, പക്കീന്റെ സീക്വൻസ് ഷൂട്ട് ചെയ്യാൻ ഇനി 10 ദിവസമേ ഉള്ളൂ. പക്ഷെ പക്കീന് ഇതുവരെയും ഫിക്സ് ആയിട്ടില്ല. ആകെ ടെൻഷൻ, എന്താ ചെയ്യാന്ന് അറിയില്ല. അപ്പോഴാണ് ഒരു ദിവസം പെട്ടെന്ന് വന്ന് പറയാം, ലാൽ സാർ ആണ് പക്കി. അപ്പൊ തന്നെ എനിക്ക് തലകറക്കം വരാൻ തുടങ്ങി. കാര്യം ഞാൻ ആദ്യമായിട്ടാണ് സാറിനെ ഡീൽ ചെയ്യണത്. ജാക്കിയിൽ കണ്ടിട്ടുണ്ടെങ്കിലും എന്റെ വലിയ ആഗ്രഹമായിരുന്നു ലാൽ സാറിന്റെ കൂടെ വർക്ക് ചെയ്യണം. അപ്പോ അത് ഞാൻ സംസാരിച്ച് കഴിഞ്ഞ് ഒരു 2 മാസമൊക്കെ കഴിയുമ്പോഴാണ് ഈ വിശേഷം അറിയണത്, പക്കി ലാൽ സാർ. അപ്പൊ പിന്നെ അടുത്ത ടെൻഷനായി, ഇനിയിപ്പോ എന്താ ചെയ്യാ, നമ്മൾ ഏജിങ് ചെയ്യുന്നുണ്ട്, ഏജിങ് ചെയ്യുന്ന പ്രോസസ്സ് അത്യാവശ്യം കെമിക്കൽ പ്രോസസ്സ് ചെയ്യണതാണ്, ഇതിനി സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാക്കുമോ എന്ന് വെച്ചാൽ ചില ആൾക്കാർ പറയാറുണ്ട് ഇത് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട്, ഇത് എനിക്ക് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പെട്ടു. അപ്പൊ ഇനി എന്താ ചെയ്യാ, പുതിയ ഏജിങ് മെത്തേഡ്സ് കണ്ടുപിടിക്കേണ്ടി വരുമോ, ആകെ ടെൻഷനായി. എന്നിട്ട് ലുക്ക് ടെസ്റ്റിന് വേണ്ടി പോവാണ് ഫസ്റ്റ്. അപ്പൊ ലാൽ സാർ അപ്പം ഇങ്ങനെ ഒരു ബ്രീഫ് നമുക്ക് തന്നിരുന്നു. ഇപ്പൊ പക്കി എന്ന് വിചാരിച്ച് മുണ്ടും കുപ്പായും കൊടുക്കുന്ന ഒരാളായിക്കൊള്ളെന്ന് ആദ്യം നമ്മൾ മുണ്ടും കുപ്പായും നിവിന്റെ പോലെ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ലാൽ സാർ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ പതുക്കെ സാറിന്റെ അടുത്ത് ചെന്നിങ്ങനെ, സാർ അതെന്താ ചെയ്യാ, അതെന്താന്ന് സാർ പറഞ്ഞു, ശരി പക്കി എന്ന് പറയുന്നത് ഒരു ഫാന്റസിയാണ്. ശരിക്കും പറയുമ്പോ പക്കിയും കൊച്ചുണ്ണിയും മീറ്റ് ചെയ്യുന്നതായിട്ട് എവിടെയും ആരും പറയുന്നില്ല. അപ്പോ അതിനുള്ള ക്രിയേറ്റീവ് ഫ്രീഡം ഉണ്ട്. തന്നിക്ക് പക്കീനെ എങ്ങനെ ആക്കണോ അങ്ങനെ ആക്കിക്കോളൂ. അപ്പൊ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു. ഇപ്പൊ പക്കിക്ക് ശരിക്കും പറയുമ്പോൾ ആക്സസ് ഉണ്ട്. ഇപ്പൊ നാട്ടുകാരായിട്ടും പട്ടാളക്കാരായിട്ടും എല്ലാവരായിട്ടും അത്യാവശ്യം ആക്സസ് ഉള്ള ഒരാള് തന്നെയാണ് പക്കി. പക്കിക്ക് പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി കള്ളത്തരത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരാളാണ്. അപ്പൊ ചിലപ്പോൾ പക്കിക്ക് ഗിഫ്റ്റ് ചെയ്യുന്നതായിരിക്കാം ബൂട്ട്സ്, അല്ലെങ്കിൽ പക്കി എവിടെന്നെങ്കിലും പോയപ്പോ ഇഷ്ടം തോന്നി, ഫാന്റസി തോന്നി എടുത്തു വന്നതായിരിക്കാം ബാക്കിയുള്ള ആമേഴ്സും ബാക്കിയുള്ള ആക്സസറീസും ബെൽറ്റ്സും ഒക്കെയും. പക്കി യൂസ് ചെയ്യുന്ന ടർബൻ എന്ന് പറഞ്ഞാൽ അതൊരു യൂട്ടിലിറ്റി ടർബൻ ആണ്, വെറുതെ തലയിൽ കെട്ടിട്ട് പോണതല്ല, ആവശ്യം വരുമ്പോ അതിന്റെ ഒരു എഡ്ജ് യൂസ് ചെയ്തിട്ട് ആക്ഷൻ കൊറിയോഗ്രാഫിയിൽ അത് യൂസ് ചെയ്തിട്ടുണ്ട്. സീരിയസ്ലി അതും അഗൈൻ അടുത്ത സംഭവം സന്തോഷം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ നമുക്ക് തോന്നിയത് ഇതാണ്, രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു വേർഷൻ. അതായത് അപ്പൊ ആ സമയത്ത് ഫോറിനേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന യൂണിഫോമിന്റെ പാൻസും നമ്മുടെ നിവിന്റെ കുപ്പായും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഇന്ത്യൻ എന്താ പറയാ ഖാദി, കൈത്തറിന്ന് തന്നെ അത് മൊത്തം കൈത്തറി പ്രോഡക്ട്സ് തന്നെയായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ അത് നമ്മൾ ഡൈ ചെയ്തിട്ടാണ് എല്ലാതും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡൈ ചെയ്യാൻ വേണ്ടി മാത്രം ഒരു വിങ് ഉണ്ടായിരുന്നു, പാവം ഒരു മമ്മാലി ഉണ്ടായിരുന്നു. മമ്മാലി ഫുൾ ടൈം ഇരുന്ന് ഡൈ ചെയ്യുക, അപ്പുറത്ത് ദാസപ്പൻ ഇരുന്ന് ഫുൾ ടൈം ഏജ് ചെയ്യുക. ഇതായിരുന്നു. അടുത്ത് കഴിയുമ്പോഴത്തേക്കും വരും, വന്നിട്ടുണ്ട് കുപ്പിന്ന് വന്ന ഭൂതം കൊണ്ടുപോവാ എന്നും പറഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പൊ ഒരു സൈഡിൽ കൂടി ഏജിങ് പ്രോസസ്സ് നടക്കുന്നുണ്ടാവും, ഡൈയിങ് പ്രോസസ്സും നടക്കുന്നുണ്ടാവും.
അപ്പൊ അങ്ങനെ ഡൈറ്റ് ചെയ്തെടുത്ത്. അപ്പൊ കുറെ പേര് ഇന്ന് വരുമ്പോൾ ഗ്ലാഡിയേറ്റർ അടിച്ചതാണ്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? അല്ലാണ്ട് അവരടുത്ത് ഉത്തരം പറയാൻ പോയിട്ട് കാര്യമില്ല. അതിന്ന് ഒരു സിലുവെറ്റ് എടുത്ത് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ അത് വരുള്ളൂ. അതിന് നമുക്ക് ഗ്ലാഡിയേറ്റർ അടിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നും നമുക്ക് അവർ തർക്കിച്ചിട്ട് ഒന്നും കിട്ടാനില്ല. അപ്പോൾ ഒരുപക്ഷെ ഇത്രയും ഈ പക്കിയുടെ ക്യാരക്ടറിന്റെ നിങ്ങൾ ഡിഫൈൻ ചെയ്ത പോലത്തെ അതിൻ്റെ ഒരു ലുക്കിനെ കുറിച്ച് തന്നെ ഒരുപാട് ക്രിറ്റിസിസം എസ്പെഷ്യലി ഓൺ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു അല്ലേ? അപ്പം അത് കാണുന്നുണ്ടായിരുന്നില്ലേ? അത് എങ്ങനെ ഹാൻഡിൽ ചെയ്തത്? ഇല്ല, അതിന് എനിക്ക് എന്റേതായിട്ടുള്ള പ്രോപ്പർ റീസൺസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എല്ലാവരെയും ഈ പറഞ്ഞ മാതിരി കൺവിൻസ് ചെയ്തിട്ട് നമുക്കിത് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ കുറച്ച് സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണ് അതിന്റെ റീസൺസ്. പിന്നെ എല്ലാവരെയും നമുക്ക് കൺവിൻസ് ചെയ്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ അതിന്റെ ഒരു രീതിക്ക് തന്നെ വിട്ടിട്ട് അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എവിടെയും വിഷമം തോന്നിയോ? കാരണം ഇത്രയധികം വർക്ക് ചെയ്തതിനു ശേഷം ആൾക്കാർ പറയുമ്പോൾ ചെറുതായിട്ട് വിഷമമൊക്കെ ഉണ്ടായി. പിന്നെ എന്തിനാ വിഷമിക്കണേ? അപ്പുറത്തെ സൈഡിൽ പോസിറ്റീവ്സ് ആണ് കൂടുതൽ നിറഞ്ഞിരിക്കണേ. എന്താ വെച്ചാൽ അത് ഇട്ട് വന്നു കഴിഞ്ഞപ്പോ തന്നെ എന്റെ മനസ്സിൽ പറഞ്ഞു ഓക്കെ സെറ്റ്. അത് കണ്ടപ്പോ റോഷൻ സാറിന്റെ മനസ്സ് അതിനേക്കാളും നിറഞ്ഞു. ലാൽ സാർ നേരിട്ട് പറഞ്ഞില്ല. ലാൽ സാറിന്റെ മുരളി എന്ന് പറഞ്ഞിട്ട് മുരളി ചേട്ടനുണ്ട്, സാറിന്റെ കോസ്റ്റ്യൂംസ് ഹാൻഡിൽ ചെയ്യുന്നത് മൂപ്പരാണ്. നമ്മള് മൂപ്പരുടെ കയ്യിലാണ് കൊണ്ടുപോയി കൊടുക്കുക. അപ്പൊ മൂപ്പര് എന്ന് പറഞ്ഞ സാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു കേട്ടോ കോസ്റ്റ്യൂം. അപ്പൊ നമുക്ക് അതൊക്കെ കേൾക്കുമ്പോഴുള്ള സന്തോഷമായിരുന്നു ഇവിടെയുള്ള നെഗറ്റീവ്സിനേക്കാൾ കൂടുതൽ മേലെ ഉണ്ടായിരുന്നത്. അപ്പൊ അതൊന്നും ചിന്തിച്ചിരുന്നില്ല. പിന്നെ ഒരു രസകരമായിട്ടൊരു അനുഭവം കൂടി ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കിടയിൽ ഉണ്ടായിട്ടില്ലേ? ഞാൻ എവിടെയോ വായിക്കാൻ ഇടയായിട്ടുണ്ട്. അതൊന്നും പറയാമോ പ്ലീസ്? ഒരു എക്സ്ക്ലൂസീവ്. അതിൽ ഏറ്റവും ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുള്ളത് ഈ ജോക്കിന്റെ ഈ എന്താ പറയാ ഭയങ്കര ഫ്ലൂറസെന്റ് ആയിട്ടുള്ള ബാൻഡ്സ് ഞങ്ങൾക്ക് നല്ല പണി തന്നിട്ടുണ്ട്. കാര്യം പല ഷോട്ട്സിലും ഇവര് തിരിഞ്ഞു നിന്ന് അപ്പുറത്ത് ആരെങ്കിലും നിന്ന് സംസാരിക്കുന്ന ഒരു ഷോട്ടായിരിക്കും. ക്യാമറ മൂവ് ചെയ്യുന്ന സമയത്ത് ജോക്കി അത് ഇത് എന്നും പറഞ്ഞിട്ട് മുഴുവൻ എത്ര പ്രാവശ്യം അവരടുത്ത് പറഞ്ഞ മനസ്സിൽ അങ്കോട്ടി കെട്ടുന്ന കലാപരിപാടി ഉണ്ട്. അപ്പൊ അസിസ്റ്റൻസ് പോയി ആദ്യം കുറെ പേർക്ക് ഒരു റൗണ്ട് കെട്ടിയൊക്കെ കൊടുത്ത് ഒരു റൗണ്ടൊക്കെ അവരെ പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞ് തഴിച്ച് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം ചീത്തവിളി. എന്തിനാ ചീത്തവിളി? ഇതേ ജോക്കിയുടെ ബാൻഡ് കാണണമെന്ന്. അപ്പോഴാണ് പെട്ടു. ഇനി നമുക്ക് സ്വയം ചെക്ക് ചെയ്ത് കളയാമെന്ന് വിചാരിച്ച് എല്ലാ ജൂനിയർ ആർട്ടിസ്റ്റും വരുമ്പോ തിരിഞ്ഞേക്ക്. എന്നിട്ട് നമ്മൾ സ്വയം പോയി ചെക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ്. ഞാനുണ്ട്, മേബിൾ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. നമ്മള് ഗേൾസ് ആണ്. നമ്മള് പിന്നെ നാണം നോക്കിയിട്ടൊന്നും കാര്യമില്ല, തിരിഞ്ഞോളൂ നോക്കട്ടെ എന്താണുള്ളത് പോയി വായിച്ചിട്ട് വരും. ഇതായിരുന്നു മിക്കപ്പോഴും സെറ്റിൽ നടന്നത്. എത്ര ചീത്ത പറഞ്ഞാലും മനസ്സിലാവാത്ത കുറച്ച് ആൾക്കാരും. പിന്നെ നമ്മൾ ഈ ഏജ് ചെയ്ത് കഷ്ടപ്പെട്ട് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന സാധനം കാണാം. അവര് നെക്സ്റ്റ് ഡേ പോയിട്ട് കൊടുത്തു വിട്ട് കഴിയുമ്പോൾ വാഷൊക്കെ ചെയ്ത് വെളുപ്പിച്ച് കണ്ടോ ഇത്ര ഭംഗിയുള്ള തുണിയാണോ നിങ്ങളിങ്ങനെ അഴുക്കാക്കി കൊണ്ട് തന്നിരിക്കണേ? അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായി. അവര് പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങൾ മടുത്തു. ഇത് എല്ലാ ദിവസവും ഒരേ ജൂനിയേഴ്സ് തന്നെയാ വരണേന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. ഇത് ഒരാഴ്ച കുറച്ച് ആൾക്കാരായിരിക്കും, അടുത്ത ആഴ്ച വരുന്ന ഇത് ഒരു ബന്ധവും ഇല്ലാത്ത വേറെ കുറച്ച് ആൾക്കാരായിരിക്കും. അപ്പൊ ത്രൂ ഔട്ട് ദ മൂവി ഞങ്ങൾക്ക് ഈ ജോക്കി ചെക്ക് ചെയ്യാനേ നേരം ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് മാലിക്കിലേക്ക് തിരിച്ചു വരാം. മഹേഷ് നാരായണൻ എന്ന ഡയറക്ടറിൻ്റെ നെക്സ്റ്റ് ഒരു പ്രോജക്റ്റ് മോറുള്ള സെയിം ആയിട്ടുള്ള ക്രൂ ആണ്. ധന്യം അതിലുണ്ട്. എക്സ്പെക്റ്റേഷൻസ് ആർ റിയലി ഹൈ. എനിക്ക് തോന്നുന്നു വളരെ റിവാർഡിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഫിലിമെന്ന്. കാരണം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയല്ലോ. എന്ത് മൈൻഡ് സെറ്റോട് കൂടിയിട്ടാണ് മാലിക്കിനെ അപ്രോച്ച് ചെയ്തത്? ബിക്കോസ് ഇറ്റ് ഈസ് എ വെരി ഡിഫറെൻറ്റ് ഫിലിം. സാർ ആദ്യം വിളിച്ചപ്പോൾ തന്നെ, സാറിന്റെ കോള് വരുമ്പോൾ തന്നെ നമുക്ക് ആദ്യം രണ്ട് കാര്യങ്ങളാണ് വരിക. ഒന്ന് ഭയങ്കര സന്തോഷം, രണ്ട് പേടി. ദൈവമേ അടുത്ത് എന്ത് പുലിവാലാണോ സാർ തരാൻ പോണേ, എന്ത് ടെൻഷനാണോ തരാൻ പോണേ. എന്താ വെച്ചാൽ നമുക്കറിയാം സാറിന്റെ പടങ്ങള് എന്താണെങ്കിലും ഒരു ഈ നേരത്തെ പറഞ്ഞ മാതിരി ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. അപ്പൊ എന്തായിരിക്കും ഒരു ഐഡിയ ഇല്ലാണ്ടാണ് പോണേ. അപ്പൊ പോയപ്പോ തന്നെ സാർ ഭയങ്കര സീരിയസ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. സാർ പറഞ്ഞു തന്നെ കളി തമാശയൊന്നും പറ്റില്ല, നടക്കില്ല, ഭയങ്കര സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യേണ്ട പടമാണ്. തന്നെ റിസർച്ച് തുടങ്ങിക്കോ, ഇത്ര പീരിയഡ്സ് ഉണ്ട്, 60s തൊട്ട് പ്രസന്റ് വരെയുള്ളതാണ്. ഓൾമോസ്റ്റ് എല്ലാ പീരിയഡ്സും ഓരോ 10 വർഷം കഴിയുമ്പോൾ ടച്ച് ചെയ്ത് പോകുന്ന പീരിയഡാണ്, മീൻസ് മൂവിയാണ്. അത് കാരണം എല്ലാ പീരിയഡും കറക്റ്റ് ആയിട്ട് റിസർച്ച് ചെയ്യുക എന്നുള്ളതായിരുന്നു എനിക്ക് തന്നിട്ടുള്ള ആദ്യം. വേറെ ഒന്നും പറഞ്ഞില്ല, എല്ലാ പീരിയഡ്സും പോയി റിസർച്ച് ചെയ്തിട്ട് വരാം. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇതും പറഞ്ഞു തിരുവനന്തപുരത്ത് നടക്കുന്നതാണ്, ഭീമാപ്പള്ളിയിൽ നടക്കുന്നതാണ്. അപ്പൊ തന്നെ നമുക്ക് അല്ലാതെ തന്നെ ആലോചിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോഴാണെങ്കിലും ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും ടേസ്റ്റില്, സ്ഥലത്തിനെ വെച്ച് ടേസ്റ്റില് ഭയങ്കര ഡിഫറൻസ് ആണ് അല്ലെ. ഒറ്റപ്പാലത്ത് യൂസ് ചെയ്യുന്ന ഒരു കളേഴ്സോ ഒരു ഫാബ്രിക്കോ ആയിരിക്കില്ല കൊച്ചിയിലേക്ക് വരുമ്പോ യൂസ് ചെയ്യണേ.
അതായിരിക്കില്ല നേരെ തിരുവനന്തപുരത്ത് പോകുമ്പോ യൂസ് ചെയ്യുന്നുണ്ടാവാം. അപ്പൊ ഫാബ്രിക്കിലുള്ള ഡിഫറൻസ്, ടെക്സ്ചറിലുള്ള ഡിഫറൻസ്, അതൊക്കെ ഓരോരുത്തരുടെയും ടേസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ആ നാടിന്റെ ടേസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിൽ നിന്ന് കിട്ടിയ കുറെ കാര്യങ്ങളായിട്ട് അഗെയിൻ മൈസൂർ പിന്നെ തിരുവനന്തപുരത്തുള്ള ആളാണ്, നേരിട്ട് ഭീമാപ്പള്ളി പോയിട്ടുള്ള ആളാണ്. മീൻസ് ആ ഏരിയയില് അതിനെ കുറിച്ച് കറക്റ്റ് ഐഡിയ ഉണ്ട്. അപ്പൊ നമുക്ക് ആ ഫസ്റ്റ് റൗണ്ട്, നേരത്തെ പറഞ്ഞ ഫസ്റ്റ് റൗണ്ട് ഡിസ്കഷൻ കഴിയുമ്പോൾ തന്നെ അതിനെ കുറിച്ച് കറക്റ്റ് ഒരു തീരുമാനത്തിലെത്തി എന്ത് വരെ കളേഴ്സിലേക്ക് പോവാം. എഗെയിൻ നമ്മൾ അതിന് ഭയങ്കര സൗന്ദര്യമാക്കുക എന്നുള്ളതല്ല, ക്യാരക്ടേഴ്സിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ അങ്ങനെ തന്നെയാണ് അതിന്റെ സിലുവേറ്റ്സിലേക്കും കേസസിലേക്കും എത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ എന്തെങ്കിലും ചാലഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? കാരണം എനിക്ക് തോന്നുന്നു ഫഹദ് ഫാസിലിനെ ക്യാരക്ടറിനെ എല്ലാവരും ഉൾക്കൊണ്ടായിരുന്നു, പക്ഷെ അതിനേക്കാളും കുറച്ച് രസകരമായിട്ട് പലരും സംസാരിച്ചത് വിനയ് ഫോർട്ടിന്റെ ക്യാരക്ടറിനെ കുറിച്ചായിരുന്നു. അതെ, അവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ ക്യാരക്ടർ വെച്ച് നോക്കുന്ന സമയത്ത് ഇവര് കുറച്ചും കൂടി ഒരു ഓർത്തഡോക്സ്, അവർ ഭയങ്കര സ്റ്റൈലിനെ ഒന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ആളായിരുന്നു നമ്മുടെ സുലൈമാൻ. പക്ഷെ ഇവര് വിനയ് എന്ന് പറയുമ്പോൾ വിനയാണ് അവിടെ കുറച്ചും കൂടി കളർഫുൾ, കുറച്ചും കൂടി എന്താ പറയാ സ്റ്റൈൽസ് ഒക്കെ അപ്ലൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോ നമ്മുടെ എല്ലാവരുടെയും എന്താ പറയാ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ഒരു വ്യക്തിയായിട്ട് മാറുമായിരുന്നു വിനയ്. എല്ലാ ദിവസവും സൈറ്റിൽ വരുമ്പോ ഇന്ന് എന്താ വിനയ് ഇട്ടിരിക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു എല്ലാവർക്കും ഇൻട്രസ്റ്റ്. കാര്യം ഓരോ ദിവസം വരുമ്പോൾ ആദ്യമൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു വിനയ്ക്ക്, എന്നെ മാത്രം കോമാളിയായിട്ട് പ്രസന്റ് ചെയ്യാണ്, ഇത് എന്താണെന്നൊക്കെ ഒരു സങ്കടമായിരുന്നു. പക്ഷെ പിന്നീട് മൂപ്പരും അത് എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഓക്കേ, കൊള്ളാലോ, അങ്ങനെയായിരുന്നു അതിന്റെ കേസസ്. അതുപോലെ തന്നെയാണ് ശരിക്കും പറഞ്ഞ സിനിമ ഒരു മേക്ക് ബിലീവിന്റെ ലോഗോ അല്ലേ? നമ്മൾ നേരിട്ട് കാണുന്നത് സത്യമായിട്ട് സംഭവം ഒന്നും തന്നെ ഉണ്ടാവില്ല. ഒരു കൊട്ടാരം പോലത്തെ വീടാണെങ്കിൽ ചിലപ്പോൾ സെറ്റ് മാത്രമായിരിക്കും. നല്ല ഒരു എന്താ പറയുക ഭയങ്കര ടേസ്റ്റി ആയിട്ട് കാണുന്ന ഒരു ഐസ്ക്രീം ചിലപ്പോൾ ഐസ്ക്രീം ആവണമെന്നില്ല, ഒരു ഷേവിങ് ഫോം ആകാം. അതുകൊണ്ട് തന്നെ ഒരു ചോദ്യമാണ്, ധന്യപ്പോൾ ഷോയിൽ വന്നതുകൊണ്ട് നമുക്ക് ചോദിക്കാൻ പറ്റും എന്നൊരു ഫ്രീഡം കൊണ്ടാണ് ചോദിക്കുന്നത്. ഇത്തരത്തിലുള്ള എന്തെങ്കിലും മേക്ക് ബിലീവ് ആയിട്ടുള്ള ട്രിക്കുകൾ സംതിങ് ഇസ് ദെയർ ഓൺ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് ഓൾസോ? നമ്മളും അത്യാവശ്യം നല്ല രീതിക്ക് ചീറ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മൾ കാണുന്ന ഡ്രസ്സസ് എല്ലാം തന്നെ ഇപ്പൊ ഷർട്ട് എന്ന് കാണിക്കുന്നത് എല്ലാം തന്നെ ഷർട്ടിന്റെ ഫാബ്രിക്കോ ഒന്നും തന്നെ അല്ല. ചിലപ്പോ അത് കേർട്ടൻ ആയിരിക്കും, ചിലപ്പോ ഫർണിഷിങ്, അതെ, ചിലപ്പോ ഫർണിഷിങ് മെറ്റീരിയൽ ആയിരിക്കും, ചിലപ്പോ നൈറ്റിന്റെ ഫാബ്രിക് ആയിരിക്കും. ചിലപ്പോ നമ്മള് നോക്കുന്നത് എങ്ങനെയാണ് ഇതിനെ അതിലേക്ക് എത്തിക്കാൻ പറ്റുക, നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു പ്രിന്റ് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫാബ്രിക് അതിന്റെ ഫീലിലേക്ക് എത്തിക്കാൻ. ഫോർ എക്സാമ്പിൾ, ആ പാർട്ടി ഉണ്ട്, മാലിക്കിലെ പാർട്ടിയില് വിനയും ദിനേശ് ഏട്ടനും ഇടുന്ന ഒരു ഷർട്ട് ഉണ്ട്, അത് ശരിക്കും കേർട്ടൻ ആണ്. അതേപോലെ ഒരു ബ്ലണ്ടർഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഈ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞാലേ ഈ ഹീറോയിൻസിൻ്റെ കിഡിലൻ കോസ്റ്റ്യൂംസും സംഭവമൊക്കെ ഇല്ലേ, ഇതൊക്കെ പിന്നെ എന്താ സംഭവിക്കുന്നത്? എസ്പെഷ്യലി ഇപ്പോൾ കായംകുളം കൊച്ചുണ്ടിയോ അങ്ങനത്തെ ബിഗ് ബഡ്ജറ്റ് ഫിലിംസൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ തുണി കാണും. ഈ തുണിയൊക്കെ പിന്നെ എന്താ സംഭവിക്കുന്നത്? 2-3 കാര്യങ്ങളാണ് ബേസിക്കലി ചെയ്യണത്. അതിന്റെ പ്രൊഡ്യൂസർക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗോഡൗൺ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഗോകുലമിന്റെ ചെയ്യണ സമയത്ത്, ഗോകുലം മൂവീസിന് വേണ്ടി ചെയ്യുമ്പോൾ അവർക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ഗോഡൗൺ ഉണ്ട്. അപ്പൊ അവരെന്താ ചെയ്യാന്ന് ചോദിച്ചാൽ ഇത് അതിനെ പ്രിസർവ് ചെയ്ത് വെക്കും. അടുത്തൊരു പടം, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ തന്നെയാണ് അവരുടെ 19-ാം നൂറ്റാണ്ട് ചെയ്തത്. അപ്പൊ 19-ാം നൂറ്റാണ്ടും കൊച്ചുണ്ണിയും ഒരേ പീരീഡ് ആണ്. അപ്പൊ അതിൽ നിന്ന് കുറച്ച് അന്ന് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബൂട്ട്സ്, അന്ന് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് യൂണിഫോംസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഉള്ള ബഡ്ജറ്റ് സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ കുറച്ച് ആൾക്കാർ അങ്ങനെ എടുത്തു വെക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ കുറച്ച് ആൾക്കാർ അത് ഈ ഒരു ഗോഡൗൺ എടുത്ത് വെച്ച് എറണാകുളം പോലൊരു സ്ഥലത്ത് ഒരു ഗോഡൗൺ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ റെന്റ് കൊടുക്കണം. 2 മാസത്തെ റെന്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 3 മാസത്തെ റെന്റ് ഉണ്ടെങ്കിൽ അടുത്ത സിനിമയിലേക്ക് അത് പുതിയതായിട്ട് അത് വാങ്ങിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അതിനെ കത്തിച്ച് കളയുന്ന ആൾക്കാരുണ്ട്, അതിനെ ഓർഫനേജസിലേക്ക് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത് എല്ലാം പ്രൊഡ്യൂസേഴ്സിന്റെ മേലെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇത്രയും വളരെ സീരിയസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നൗ ഐ തോട്ട് ലൈക്ക് വിൽ ക്യാൻ മൂവ് ടു എ നെക്സ്റ്റ് റൗണ്ട്. നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പേറ്റന്റഡ് റൗണ്ടാണ്, തീ റൗണ്ട് എന്നാണ് പേര്. ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഇതിനെ റാപ്പിഡ് ഫയർ എന്ന് വിളിക്കാം. യൂഷ്വലി നമ്മൾ മറ്റ് ഗസ്റ്റിലൊക്കെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, ബട്ട് വി ഡോണ്ട് തിങ്ക് വി ഷുഡ് ഡു ഇറ്റ് വിത്ത് യു. കാരണം ധന്യത്തിന് സഹകരിച്ചിട്ട് നല്ല ഇൻസൈറ്റ്ഫുൾ ആയിട്ട് ഇൻഫർമേഷൻ ഞങ്ങൾക്ക് തന്നിരിക്കില്ല. അതെ തീർച്ചയായും നല്ല കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. ഇൻസ്റ്റെഡ് വിൽ ആസ്ക് യു അബൌട്ട് പീപ്പിൾ വിത്ത് ഹൂം യു ഹാവ് വർക്ക്ഡ്, അവരെക്കുറിച്ചുള്ള ധന്യയുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. റെഡി അല്ലേ? വിൽ സ്റ്റാർട്ട് വിത്ത് ഫഹദ് ഫാസിൽ.
ഫഹദിന് അങ്ങനെ ഒരു ബേസിക് ഐഡിയ മൂപ്പരുടെ മനസ്സിൽ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. ഇത് ഇങ്ങനെ ചെയ്താലോ, അതങ്ങനെ ചെയ്താലോ, ഇങ്ങനത്തെ ഒരു വാച്ച് ഇട്ടാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആളുടെ അടുത്ത് പോകുന്ന സമയത്ത്, മീൻസ് ആൾക്ക് വേണ്ടി ചെയ്യുന്ന സമയത്ത് അതിന് മുന്നേ മൂപ്പരുടെ അടുത്തും കൂടി ഒരു ഡിസ്കഷൻ ഉണ്ടാവാറുണ്ട്. മീൻസ് ഡയറക്ടറുടെ അടുത്തും DOPയുടെ അടുത്തും ബാക്കി ക്രൂവിന്റെ അടുത്തും മാത്രമല്ല ഫഹദിന്റെയും കൂടി ഐഡിയാസ് എടുക്കാറുണ്ട്. കാരണം മൂപ്പർക്ക് അതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഐഡിയ എങ്കിലും മൂപ്പർ വെക്കാറുണ്ട്, ക്യാരക്ടർ എങ്ങനെ ഇരിക്കണം എന്നുള്ളതിനെ കുറിച്ച്. പാർവതി തിരുവോത്ത്. പാർവതീനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാർവതിക്ക് എഗെയിൻ സൗന്ദര്യം നന്നായിരിക്കണം. പാർവതീനെ നോക്കുന്ന സമയത്ത് പാർവതിക്ക് കുറച്ചും കൂടി ക്യാരക്ടർ ആവാൻ എന്താ ചെയ്യണ്ടേ, അതിനെന്തും റെഡി ആയിട്ടുള്ള ആളാണ് പാർവതി. അപ്പൊ അതിനകത്ത് നോക്കിയാൽ ഡ്രസ്സ് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഫിറ്റ് കറക്റ്റ് അല്ല, ഷോൾഡർ ഡ്രൂപ്പിംഗ് ആയിരിക്കും. അവരുടെ ഭംഗീനെ അത് ഇഫക്ട് ചെയ്യുന്ന കേസാണ്. പക്ഷെ അത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. അവർ കുറച്ചുകൂടി ക്യാരക്ടർ ആവാൻ നോക്കുന്ന ആളാണ്. ടൊവിനോ തോമസ്. ടോവിനെ കുറിച്ച് പറയുമ്പോ ടോവിയുടെ പ്രശ്നം ടോവിയുടെ ഫിസിക്കും ടോവിയുടെ ഇതും ആളേനെ ഒരു ഇപ്പോ ഫോർ എക്സാമ്പിൾ കിലോമീറ്റേഴ്സിൽ ഒന്നുമില്ലാത്ത മീൻസ് ആളാക്കാൻ വേണ്ടി നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ടായി. കാരണം ആളുടെ ഫിസിക്ക് എന്തൊക്കെ ചെയ്താലും ആളിനെ അങ്ങനെ തോന്നണ്ടേ നമുക്ക് ഒരു പാവപ്പെട്ട വീട്ടിലത്തെ ആളാണെന്ന്. അങ്ങനെ കുറച്ച് ഫിറ്റിന്റെ കേസിലൊക്കെ അങ്ങനെ പിടിച്ചിട്ടാണ് ഒരുവിധം ഒപ്പിക്കണ ഒരു ലുക്കിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ടായേ. മോഹൻലാൽ സാർ ആദ്യം ചെയ്ത് നമ്മളതിനെ എങ്ങനെ കംഫർട്ടബിൾ ആക്കാം എന്നുള്ളതാണ് നോക്കിയത്. സോ അവർക്ക് ചിലപ്പോൾ അറിയുണ്ടാവും സാറുടെ മുന്നത്തെ എക്സ്പീരിയൻസസിൽ ഇതുമാതിരി ആൾക്കാർ വന്നു കഴിയുമ്പോൾ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണോന്ന് അറിയില്ല, ആദ്യം പോയി വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മളെ മാക്സിമം കംഫർട്ടബിൾ ആക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് വന്നപ്പോൾ ഞാനിങ്ങനെ പറയണ്ടായി, ഏജിങ് പ്രോസസ്സ് നടക്കുന്നുണ്ട്, കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്, അത് പ്രശ്നമാവോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ മൂപ്പര് പറഞ്ഞത് തന്നെയാ, ആദ്യം നിങ്ങൾ നിങ്ങളുടെ ലുക്ക് കറക്റ്റ് ആവുന്നുണ്ടോ, നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ലുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയുള്ളത് കുട്ടി ചോദ്യങ്ങൾ മാത്രമാണ്, പക്ഷെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ധന്യ, ഇത്ര സോ ഫാർ ആസ് എ വുമൻ വെൻ യു വർക്കിംഗ് ഇൻ ഇൻഡസ്ട്രി, വാട്ട് ഈസ് സോ ഗുഡ് അബൌട്ട് ഇറ്റ് ഓർ പ്രോബബ്ലി വാട്ട് ഈസ് നോട്ട് സോ ഗുഡ് അബൌട്ട് ഇറ്റ്? എന്തെങ്കിലും തിരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ നല്ലതെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ഇപ്പം ആസ് എ വുമൻ എന്ന് പ്രത്യേകം ഒരു കോട്ടിട്ട് പറഞ്ഞുകൊണ്ട് പറയാണ്, ഇപ്പോഴത്തെ സെനാരിയോയില് ലേഡിന്നോ മെയിലിനോ അങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ ഇല്ലാണ്ട് വർക്ക് ചെയ്യുന്ന ഒരു ക്രൂ മെമ്പേഴ്സും ഒരാൾക്കാരുമാണ് ഇപ്പൊ ഉള്ളത്. നമുക്ക് അങ്ങനെ ലേഡിയാണ്, മീൻസ് പേഴ്സണലി എനിക്കും അത് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഞാൻ ലേഡിയാണ്, എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ മാറി നിൽക്കണം, അങ്ങനത്തെ ഒരു ഇഷ്ടമില്ലാത്ത ആളും കൂടിയാണ് ഞാൻ. അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ ക്രൂ മെമ്പേഴ്സും. അവള് ലേഡി ആയതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളോ അതുപോലെ യൂട്ടിലൈസ് ചെയ്യാന്ന് പറയുന്ന പ്രശ്നങ്ങളോ ഒന്നും ഇപ്പൊ ഇല്ല. സീരിയസ്ലി പ്രത്യേകിച്ച് ഞങ്ങളുടെ ടെക്നീഷ്യൻസിന് അങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത സിറ്റുവേഷൻസിലേക്കാണ് ഇപ്പൊ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആസ് എ ലേഡി എന്ന് പറയുന്ന ഒരു പ്രശ്നമൊന്നും സീരിയസ്ലി ഇപ്പൊ ഇല്ല. ഇനി അപ്കമിങ് പ്രോജക്ട്സ് എന്തൊക്കെയാണ്? റിലീസ് ആവാനുള്ളത് ഒന്ന് 19-ാം നൂറ്റാണ്ട്, മൂൺ വാക്ക്, പിന്നെ കുറച്ച് നമ്മുടെ മലയം കുഞ്ഞ്, പിന്നെ കുറച്ച് ആന്തോളജീസ്. മീൻസ് നമ്മുടെ MT സാറിന്റെ ഒരു ആന്തോളജി ചെയ്യണ്ടായി. ഇപ്പൊ സന്തോഷ് സാറിന്റെ കൂടെയും പ്രിയദർശൻ സാറിന്റെ കൂടെയും ഒക്കെ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഒരു വെബ് സീരീസ് ചെയ്യണ്ടായി, ഒരു ഹിന്ദി വെബ് സീരീസ് അഡാപ്റ്റേഷൻ. ഈ മേഖലയ്ക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് വൺ പീസ് ഓഫ് അഡ്വൈസ് യു വാണ്ട് ടു ഗിവ് ഇറ്റ് ടു ദി യങ്സ്റ്റർ ഹു വാണ്ട്സ് ടു ബി എ കോസ്റ്റ്യൂം ഡിസൈനർ സംഡേ? ആദ്യം പറയാനുള്ളത്, കുറെ പേർക്ക് ഒരു വിചാരമുണ്ട്, ലൈക്ക് ഓക്കെ കോസ്റ്റ്യൂം ഡിസൈനർ, മൂവി ഇൻഡസ്ട്രി ഭയങ്കര ഗ്ലാമറസ് വേൾഡ് ആയിരിക്കും, രാവിലെ ചെന്ന് കാറിൽ ഇറങ്ങുന്നു, നമ്മള് ജസ്റ്റ് മോണിറ്റർ ചെയ്യുന്നു, കുറച്ച് സ്കെച്ചസ് വരച്ചു കൊടുക്കുന്നു, തിരിച്ചു വരുന്നു എന്നുള്ളതല്ല നമ്മുടെ ജോലി എന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്മൾക്ക് ചിലപ്പോ കാലത്ത് 4 മണിക്ക് പോണ്ടി വരും, ചിലപ്പോൾ രാത്രി 12 മണിക്കോ 1 മണിക്കോ 2 മണിക്കോ 3 മണിക്കോ ആയിരിക്കും തിരിച്ചു വരാൻ പറ്റുള്ളൂ. അപ്പോ കമ്മിറ്റ്മെന്റ്, നമ്മൾ ആദ്യം നമുക്ക് ഇവിടെ വേണ്ട ഒരു ഫസ്റ്റ് വാക്ക് എന്ന് പറയുന്നത് കമ്മിറ്റ്മെന്റ്, ഹാർഡ് വർക്ക്. ഇത് രണ്ടും ഇല്ലാണ്ട് നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ചിലപ്പോൾ രാത്രിയും ഓടാൻ തയ്യാറായിരിക്കണം. അപ്പൊ അതിനെ റെഡി ആയിട്ട് വരിക, ഒപ്പം
നമ്മുടെ കൂടെയുള്ള ഫാമിലി മെമ്പേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടാവുക എന്നുള്ളതും വലിയ ആവശ്യമാണ്. പലരും എന്താ പറയാ, ഇപ്പം എന്റെ തന്നെ സ്റ്റുഡൻസ് പറയാറുണ്ട്, രാത്രി ഈ സമയം കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റില്ല. അങ്ങനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പേരൻസിന്റെ സപ്പോർട്ട്, ഫാമിലി മെമ്പേഴ്സിന്റെ സപ്പോർട്ടും നല്ല രീതിക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഫീൽഡിൽ എവിടെയെങ്കിലൊക്കെ എത്തിക്കെത്താൻ പറ്റുള്ളൂ. പിന്നെ ഈ കേരള സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയിട്ടുള്ള ഗസ്റ്റ് ഒന്നും ഞങ്ങളുടെ ഷോയിൽ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ അവാർഡ് കണ്ടിട്ടുമില്ല. പോകുന്നേക്കാൾ മുമ്പ് ഒരു ചെറിയൊരു ആഗ്രഹമാണ്, പറ്റുമെങ്കിൽ ആ അവാർഡ് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുമോ? നല്ല വെയിറ്റിംഗ് കേട്ടോ, വിചാരിച്ച പോലെയല്ല. ഞാനും ഉണ്ണിയായിട്ട് പോയി കഴിഞ്ഞപ്പോ ഇത്ര ഉണ്ടാവും വിചാരിച്ചില്ല. അത് ചവല ഒരു കയ്യിലെടുത്തിട്ടുണ്ട്, അതിന്റെ ഇടയിൽ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇത് പണിയാവോന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ വെയിറ്റ് ട്രെയിനിങ്ങിന്റെ ഗുണം അപ്പോഴാണ് മനസ്സിലായത്. അതെ. Tanya, you truly deserve that award, and thank you so much for coming. And thanks for inviting me into this show. Made in Kerala, made in Kerala. Radio City Originals.